Hello, my name is Ensla and today I am going to tell about the first war of Indian independence. ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. The revolt of 1857 was broke out at Meerut, Uttar Pradesh on 10 May 1857. 1857 കലാപം ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 മെയ് 10 ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഗ്രീസ്ഡ് കാട്രിജസ് ആണ്. ഗ്രീസ്ഡ് കാട്രിജസ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. ഗ്രീസ്ഡ് കാട്രിജസ് മീൻ ചെയ്യുന്നത് എന്തുവെന്ന് പറഞ്ഞാൽ അനിമൽസ് ലൈക്ക് കൗ, ഗോട്ട്, പിഗ് എന്നിവയുടെ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വെടിയുണ്ടകളാണ്. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. അതാണ് ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. Lord Canning was British Governor General during the period of 1857 revolt. 1857 കലാപത്തിൽ ലോർഡ് കാനിങ് ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ആരായിരുന്നു? ലോർഡ് കാനിങ്. Bahadur Shah was the Mughal ruler during the period of 1857 revolt. 1857 കലാപത്തിൽ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അന്നത്തെ മുഗൾ റൂളർ. 1857 കലാപത്തിലെ പീരീഡിൽ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അന്നത്തെ മുഗൾ റൂളർ. Mangal Pandey was the first martyr of 1857 revolt. 1857 കലാപത്തിൽ മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. അദ്ദേഹത്തെ തൂക്കിക്കൊന്നതാണ്. 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റി. അപ്പൊ മംഗൾ പാണ്ഡെയാണ് 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അദ്ദേഹത്തെ തൂക്കിക്കൊന്നതാണ്. ഏത് വർഷമാണ് തൂക്കിക്കൊന്നത്? 1857. ഏത് മാസം? ഏപ്രിൽ മാസത്തെ ഏത് ദിവസമായിരുന്നു? 8. In Jhansi, the revolt was led by Rani Lakshmi Bai. ജാൻസിയിൽ കലാപം ലീഡ് ചെയ്തത് ആരായിരുന്നു? റാണി ലക്ഷ്മി ബായ് എന്ന് പറഞ്ഞാൽ ജാൻസിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിതയാണ് റാണി ലക്ഷ്മി ബായ്. The real name of Rani Lakshmi Bai was Manikarnika. She is also known as by the Manu Bai. റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. റാണി ലക്ഷ്മി ബായിനെ മനു ബായ് എന്നും അറിയപ്പെടുന്നു. റാണി ലക്ഷ്മി ബായ് വാസ് ദി വൈഫ് ഓഫ് രാജാ ഗംഗാധര റാവു. രാജാ ഗംഗാധര റാവുവിന്റെ വൈഫായിരുന്നു ആര്? റാണി ലക്ഷ്മി ബായ്. രാജാ ഗംഗാധര റാവു ആരായിരുന്നു? ഝാൻസിയുടെ മഹാരാജാവ്. റാണി ലക്ഷ്മി ബായ് വാസ് ഡൈഡ് വൈൽ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് അറ്റ് ഗാവ്ലിയർ സിറ്റിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോഴാണ് റാണി ലക്ഷ്മി ബായ് മരിച്ചത്.
Gavalier and Jhansi are captured by Sir Hagros. ഗാവ്ലിയർ സിറ്റിയും ജാൻസി സിറ്റിയും അങ്ങനെ സർ ഹഗ്രോസ് പിടിച്ചെടുത്തു. സർ ഹഗ്രോസ് മെൻഷൻ റാണി ലക്ഷ്മി ബായ് as the best and the bravest military leader among the rebels. സർ ഹഗ്രോസ് റാണി ലക്ഷ്മി ബായിനെ മെൻഷൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദി ബെസ്റ്റ് ആൻഡ് ദി ബ്രേവസ്റ്റ് മിലിറ്ററി ലീഡർ among the rebels. Jawaharlal Nehru, in his book Glimpses of World History, mentioned Rani Lakshmi Bai as one bright spot against the dark background of the 1857 rebellion. ജവഹർലാൽ നെഹ്റു തൻ്റെ ബുക്കായ ഗ്ലിംപസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ റാണി ലക്ഷ്മി ബായിനെ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തത്: വൺ ബ്രൈറ്റ് സ്പോട്ട് അഗെയിൻസ്റ്റ് ദി ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി 1857 റിബിലിയൻ. എങ്ങനെയാണ്? One bright spot against the dark background of the 1857 rebellion. The revolutionary leader who conducted guerrilla warfare against the British during 1857 revolt. 1857 കലാപം. ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഗുരില്ല വാർഫെയർ നടത്തിയ ഒരു റിവല്യൂഷണറി ലീഡറാണ്. ആരാണ്? താന്തിയ തോപ്പെ. ദി റിയൽ നെയിം ഓഫ് താന്തിയ തോപ്പെ വാസ് രാമചന്ദ്രൻ പാന്തുർഗ. താന്തിയ തോപ്പയുടെ യഥാർത്ഥ പേര് രാമചന്ദ്രൻ പാന്തുർഗ എന്നാണ്. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പെ തൂക്കിലേറ്റി. താന്തിയ തോപ്പേനെ ബ്രിട്ടീഷ് ട്രൂപ്പാണ് തൂക്കിലേറ്റിയത്. നാനാ സാഹിബ് വാസ് ദി അഡോപ്റ്റഡ് സോൺ ഓഫ് പേഷ്വാ ബജി റാവു. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് പേഷ്വാ ബജി റാവുവിൻ്റെ ദത്തെടുത്ത മകനാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പാൻഡ് എന്നാണ്. ദോണ്ടു പാൻഡ്. അദ്ദേഹം കാൺപൂരിലെ യുദ്ധമാണ് നയിച്ചത്. നാനാ സാഹിബ് യുദ്ധത്തിൽ തോറ്റപ്പോൾ നേപ്പാളിലോട്ട് പോയി. നാനാ സാഹിബ് യുദ്ധത്തിൽ തോറ്റപ്പോൾ നേപ്പാളിലോട്ടാണ് പോയത്. The revolt of 1857 was suppressed in the year 1858. 1857 കലാപം 1858 അവസാനിച്ചത്. ബർദുഷ സെക്കൻഡ് വാസ് ഡിപ്പോർട്ടഡ് ടു റംഗൂൺ. ബർദുഷ രണ്ടാമനെ ബ്രിട്ടീഷുകാർ റംഗൂൺ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് നാടുകടത്തി. ആ ഡൽഹി റിവോൾട്ട് വാസ് സപ്രസ്ഡ് ബൈ ജനറൽ ജോൺ നിക്കോളസൺ. അങ്ങനെ ഡൽഹി കലാപത്തെ ജനറൽ ജോൺ നിക്കോളസൺ അടിച്ചമർത്തി. Through the Government of India Act 1858, the British Parliament ended the rule of East India Company in India and transferred all administration power of India to the British Crown. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ അധികാരവും അവസാനിപ്പിച്ച് എല്ലാ അധികാരം ബ്രിട്ടീഷ് ക്രൗണിലോട്ട് മാറി. അങ്ങനെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 150ാമത് ആനിവേഴ്സറി 2007 ആഘോഷിച്ചു. നിങ്ങൾ മ്യൂട്ടനി മെമ്മോറിയൽ കേട്ടിട്ടുണ്ടോ? ഒരു മ്യൂസിയമാണ്. അതിനെ അജ്ത്കാർ എന്ന് അറിയപ്പെടുന്നു. അത് ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ നോവൽ വായിച്ചിട്ടുണ്ടോ? ക്യൂൻ ഓഫ് ജാൻസി. അത് ആരാണ് എഴുതിയത്? ഫേമസ് ബംഗാളി നോവലിസ്റ്റായ മഹേശ്വത ദേവിയാണ്. ഈ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. അത് ഡയറക്റ്റ് ചെയ്തത് കേദാർ മേത്ത. അമീർ ഖാനാണ് മംഗൾ പാണ്ഡെ ആയിട്ട് ഈ റോൾ പ്ലേ ചെയ്തത്. ഇനി നമുക്ക് ലീഡേഴ്സ് ഇൻ റിവോൾട്ട് ഓഫ് 1857 നോക്കാം.
കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. ലക്നൗ, ആഗ്ര, ബേഗം ഹസാദ് മഹൽ. ഡൽഹി, ഭഗത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്. ബീഹാർ, കുൻവാർ സിംഗ്. ഝാൻസി, റാണി ലക്ഷ്മിബായ്. ഫൈസാബാദ്, മുലാവി അഹമ്മദുള്ള. ബോർലി, ഖാൻ ബഹദൂർ ഖാൻ.